ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസേഴ്സ് അവർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റികളിൽ ഒന്നാണ് ഡീലിംഗ് ദ സ്റ്റാഫിനെ ഡീൽ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരു സ്റ്റാഫിനെ ഡീൽ ചെയ്യേണ്ടത്? പലർക്കറിയാം, പലരും പല രീതിയിൽ ചെയ്യും. ഇപ്പം ഒരു സ്റ്റാഫ് ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാൻ ഒരുങ്ങുമ്പോൾ ആ സ്റ്റാഫ് കാണിക്കുന്ന കുറേ സിംറ്റംസ് ഉണ്ട്. അവരുടെ മനസ്സിൽ എനിക്ക് ജോലി വേണ്ട, ജോലിയിൽ താല്പര്യമില്ല, എനിക്ക് ഇവിടെ നിന്ന് മാറണം എന്ന് ആലോചിക്കുമ്പം തന്നെ അവരുടെ ആ മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിലും ചേഞ്ച് വരും. അവർ കൃത്യമായിട്ട് കസ്റ്റമറെ അറ്റൻഡ് ചെയ്യല, കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യല, ടൈമിൽ വരികയില്ല, അതുപോലെ കറക്റ്റായിട്ട് ഓർഡർ കൊടുക്കില്ല, അതുപോലെ ഐറ്റം ഷോർട്ടേജ് ഉണ്ടാക്കും. അങ്ങനെ പല ഇഷ്യൂസ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പ്രവർത്തനം കാണുമ്പം നമുക്കറിയാം അവർക്ക് മുമ്പോട്ട് തുടരാൻ താല്പര്യമില്ല. അങ്ങനെ പോയി കഴിയുമ്പം അവർ റെസിഗ്നേഷൻ ലെറ്റർ തരും. അപ്പം ഈ സിംറ്റംസ് കാണുമ്പം തന്നെ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ ഒന്ന് മേളിലോട്ട് പൊക്കിക്കൊണ്ടുവരാനും അവരെ നല്ല രീതിയിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കാനും ഒക്കെ അവിടുത്തെ സൂപ്പർവൈസേഴ്സിനും മാനേജേഴ്സിനും ഒക്കെ സാധിച്ചാൽ നമുക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റും. അതുപോലെ ഒരു സ്റ്റാഫ് പോവാണ്, കൂളായിട്ട് നമ്മൾ പൊക്കോ എന്ന് പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സ്റ്റാഫ് റെസിഗ്നേഷൻ ലെറ്റർ കൊണ്ട് തന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടുത്തെ മാനേജേഴ്സ്, അവിടുത്തെ മറ്റ് സൂപ്പർവൈസേഴ്സ് കൂടി ആലോചിച്ച് സ്റ്റാഫിനെ വിളിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ എന്നാന്ന് ചോദിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമ്പനിയുടെ HR മാനേജറെ അറിയിച്ച്, അല്ല HR മാനേജർ അല്ലെങ്കിൽ HR മാനേജറുടെ റോളിൽ ഇരിക്കുന്ന വ്യക്തിയെ അത് അറിയിച്ച്, അദ്ദേഹത്തിന് പറ്റുന്നില്ലെങ്കിൽ അത് ഓണറെ അറിയിച്ച്, അല്ലെ MD അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ അറിയിച്ച് ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ ശ്രമിക്കും. അല്ലാതെ നമ്മൾ അവരുടെ മേലൊരു ശിക്ഷ വിധിക്കുകയല്ല വേണ്ടത്. ഒക്കെ കുഴപ്പമില്ല, ഒരു ശിക്ഷ വിധിക്കുകയല്ല വേണ്ടത്. അപ്പം ഈ രീതിയിൽ സ്റ്റാഫിനെ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ നമുക്ക് വലിയൊരു അസറ്റാണത്. നല്ല സ്റ്റാഫ് നമുക്ക് അസറ്റാണ്. അവർ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യും, അവർ ഭംഗിയായി ഡിസ്പ്ലേ ചെയ്യും, അവരുടേതായ വർക്കുകൾ അവർ കോർഡിനേറ്റ് ചെയ്യും, അവരുടെ സപ്ലയർമാരുമായിട്ട് അവർ കോർഡിനേറ്റ് ചെയ്യും. അങ്ങനെ അവർക്കുള്ള ക്വാളിറ്റീസ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നമ്മോടൊപ്പം നിർത്താൻ നമുക്ക് സാധിച്ചാൽ വിജയം നമ്മോടൊപ്പമാണ്. അങ്ങനെ ഒരു സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ സെക്ഷനിൽ 10 പേര് വന്നാൽ പോലും, മാറി 10 പേര് വന്നാൽ പോലും ആ സ്റ്റാഫിന് ഈക്വൽ ആയിട്ടൊരു സ്റ്റാഫിനെ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ 11ാമത്തെ ആൾ വരുമ്പോഴായിരിക്കും അത് ക്ലിയർ ആകുന്നത്, അല്ലെ 15ാമത്തെ ആൾ വരുമ്പോഴായിരിക്കും അത് ക്ലിയർ ആകുന്നത്. നമ്മൾ ആ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുത്ത്, ആ സ്റ്റാഫിനെ പഠിപ്പിച്ച്, പ്രോഡക്റ്റ് നോളജ് കൊടുത്ത്, സാലറി ഇൻക്രിമെന്റ് കൊടുത്ത്, അത്യാവശ്യം ആ സ്റ്റാഫിന് വേണ്ട മറ്റ് ഹെൽപ്പുകളൊക്കെ കൊടുത്ത് സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരുമ്പം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഒരു ചർച്ച ചെയ്ത് ആ ബുദ്ധിമുട്ട് മാറ്റി അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ മേളിലോട്ട് കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ശിക്ഷാവിധി എന്ന പോലെ റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്ത് നാളെ മുതൽ വരണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു ഹൈപ്പർ മാർക്കറ്റിലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് നല്ലൊരു മൂവ്മെന്റ് അല്ല, ഒരിക്കലും നല്ലൊരു മൂവ്മെന്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിന്റെ സൂപ്പർവൈസേഴ്സ്, മാനേജേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള സിംറ്റംസ് കാണുമ്പോൾ തന്നെ അവരെ പിടിച്ചിട്ട് എന്താ നീ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഒരു സ്റ്റാഫിന്റെ വർക്കിൽ അല്ലെങ്കിൽ അവരുടെ അപ്രൈസൽ ഫോം ഒന്നും എല്ലാ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലും ഇല്ല. എങ്കിൽ പോലും 3-ാം മാസം, 6-ാം മാസം, വർഷത്തിലൊക്കെ അപ്രൈസൽ ഫോം എടുക്കുമ്പം അവർക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് നമുക്ക് ബൈഹാർട്ടായിരിക്കും. അവിടുത്തെ മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനൊക്കെ ബൈഹാർട്ടായിരിക്കും അവരുടെ പെർഫോമൻസ്. അപ്പം ആ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി അവരെ ഒപ്പം നിർത്താൻ നമുക്ക് സാധിച്ചാൽ വിജയം നമ്മോടൊപ്പമാണ്. അവരെ കൊണ്ടുവന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ആ കസ്റ്റമേഴ്സ് വരുമ്പം ആ സ്റ്റാഫ് പിരിഞ്ഞു പോയെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സ്റ്റാഫിനെ നമ്മോടൊപ്പം നിർത്താൻ സാധിച്ചാൽ അതിനകത്ത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ, പെട്ടെന്നൊരു ശിക്ഷ വിധിക്കാതെ നമ്മൾ അവരെ ഒപ്പം നിർത്തി, നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ HR മാനേജറെ
സേവനം ആവശ്യപ്പെട്ട്, അവിടെ നിന്നുമില്ലെങ്കിൽ അത് ഡയറക്ടറുടെ സേവനം ആവശ്യപ്പെട്ട് ആ സ്റ്റാഫിനെ ഒപ്പം നിർത്താൻ നമ്മൾ ശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ എല്ലാ സൂപ്പർ മാർക്കറ്റിലെയും മാനേജേഴ്സ് അല്ലെ സൂപ്പർവൈസേഴ്സ് ശ്രദ്ധിക്കുക. ഒരാളെ പറഞ്ഞു വിടാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്റ്റാഫിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. ഫ്രഷേഴ്സ് പോലും വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന സാലറി വളരെ വലുതാണ്. അല്ലെങ്കിൽ പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത എന്തേലും ഒരു ജോലി കിട്ടിയാൽ മതി, ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി എന്നൊരു അവസ്ഥ, അതൊക്കെ നേരത്തെ പോലെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒപ്പം നിൽക്കുന്ന സ്റ്റാഫിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി എന്നോളം തരുന്ന റെസിഗ്നേഷൻ ലെറ്റർ അപ്രൂവ് ചെയ്യാതെ അതിൻ്റെ മേളിൽ ഒരു ചർച്ച വെച്ച് അതിലൂടെ ഒരു തീരുമാനമുണ്ടാക്കി അവരുടെ ഡിമാൻഡ്സ് എന്നാന്ന് തിരിച്ചറിഞ്ഞ് അതിലൊരു 10% അപ്രൂവ് ചെയ്ത് നമ്മോടൊപ്പം നിർത്താൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ശ്രമിച്ചു നോക്കുക. താങ്ക് യു.